നിനക്കൊപ്പം ഞാനില്ലേ? വിശ്വാസമില്ലേ നിനക്കെന്നെ? അവൾ മൂളിപ്പോയി. തൻ്റെ പിന്നിൽ ഡോറിനരികിൽ നിന്ന വരുണിന് തള്ളവിരൽ ഉയർത്തി അരുൺ സിഗ്നൽ പാസ് ചെയ്തു. വരുൺ പുതിയ ഇരയെ കിട്ടിയത് കണ്ട് ആരെയോ കോൾ ചെയ്തു. തൻ്റെ ജീവിതത്തിലെ മറ്റൊരധ്യായം അവിടെ തുടങ്ങുകയാണെന്നറിയാതെ അരുണിനൊപ്പം പോകുന്നുവെന്നൊരു കത്ത് എഴുതി വെച്ചിട്ട് ആ രാത്രി അവൾ വാര്യത്ത് വീട് വിട്ടിറങ്ങി. അരുണിൽ എങ്ങനെ കൂടുതൽ അധികാരം സ്ഥാപിച്ച് സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാമെന്നായിരുന്നു അവളുടെ ചിന്ത. സുരഭി എഴുതിയ കത്ത് തുളസി ജയന് കൈമാറി. എന്ത് ചെയ്താലും ഞാൻ പ്രസവിച്ചതല്ലേ ജയ, തള്ളിക്കളയാൻ പറ്റുമോ? ചൊല്ലിക്കൊട് തള്ളിക്കള എന്ന് കേട്ടിട്ടില്ലേ അമ്മേ? നമുക്ക് ഈ കത്തുൾപ്പെടെ സ്റ്റേഷനിൽ എത്തിക്കണം. ജയൻ ഗൗരവത്തോടെ പറയുമ്പോൾ തുളസി അവനൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ സുരഭിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പ്രായപൂർത്തിയായ മകൾ ഇഷ്ടമുള്ള വ്യക്തിക്കൊപ്പം തന്നെ കഴിഞ്ഞോട്ടെ, കൂട്ടിക്കൊണ്ടു പോകാനല്ല, സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് വന്നതെന്ന് തുളസി തീർത്തു പറഞ്ഞതോടെ സുരഭിയുടെ കാര്യം അവിടെ അവസാനിച്ചു. തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ധൈര്യം പകർന്നുള്ള മേനോന്റെ സാമീപ്യം വീണ്ടും അവരെ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തി. നിന്റെ വീട്ടുകാരോട് ഞാൻ മാധവ മേനോന്റെ ഭാര്യയാകാൻ തീരുമാനിച്ച കാര്യം പറയണം കൃഷ്ണേ. എന്തു പറഞ്ഞാലും ബന്ധുവീടല്ലേ, ജയനും വീട്ടുകാർക്കും സമ്മതമാണ്. ഈ വീട്ടിൽ വന്നിട്ടും അമ്മയ്ക്ക് യാതൊരു വിലയും തരാതെ ഇടപെട്ട എൻ്റെ വീട്ടുകാരുടെ സമ്മതം തന്നെ വേണോ അമ്മേ? കൃഷ്ണ കളിയായി ചോദിച്ചു. അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കല്ലേ കുഞ്ഞെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. ചിലപ്പോൾ കുറച്ചുനാൾ അവിടെ നിൽക്കാൻ പറയുമായിരിക്കും. സൂരജിനോടുള്ള പ്രേമം മൂലം ഞാനിങ്ങ് പോരുമെന്നേ. അവൾ കണ്ണീർക്കി ചിരിച്ചു. എനിക്ക് ലക്ഷ്യത്തിലെത്തണം, അതിന് അമ്മയുടെ സഹായം കൂടിയേ തീരൂ. കൃഷ്ണയുടെ കണ്ണുകളിൽ യാചന തെളിഞ്ഞു. തുളസി സാധാരണ പോലെ കോട്ടന്റെ സാരി ഉടുത്താണ് ഇറങ്ങിയത്. കൃഷ്ണ കഴിവതും അവരെ ഒരുക്കിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല. വിനോദിന്റെയും വിവേകിന്റെയും ഒക്കെ മുഖത്തേക്ക് നോക്കാൻ തന്നെ അവർക്കൊരു മടിയായിരുന്നു. അത് മനസ്സിലായതുപോലെ അച്ഛനും മകനും ഒഴിഞ്ഞു നിന്നു. ഒടുവിൽ മേനോൻ തുളസിയെ എല്ലാവരുടെയും സാമീപ്യത്തിൽ ഭാര്യയായി സ്വീകരിക്കുമ്പോൾ കൈപിടിച്ചേൽപ്പിച്ചത് വിനോദാണ്. കൂടെ പിറന്നില്ലെങ്കിലും കൂടെ പിറപ്പ് തന്നെയാണ്. വിനോദിന്റെ വാക്കുകൾ മനസ്സിലാക്കിയതുപോലെ മേനോൻ തലകുലുക്കി. മേനോന്റെ സഹോദരങ്ങളും ഭാര്യമാരും മക്കളും ഒക്കെയായി 25ഓളം ആളുകൾ ഉണ്ടായിരുന്നു. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തന്നെയാണ് ചെറിയൊരു താലിമാല അയാൾ തുളസിയുടെ കഴുത്തിൽ ചേർത്തത്. അങ്ങനെ ഒരു കാര്യം ഇരുവരുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രീഷ്മയും മൂത്ത ചേച്ചി മൗഷ്മിയും ചേർന്ന് അതെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. മേനോന്റെ വീട്ടിലേക്ക് പോകും മുമ്പ് സത്യ ഗ്രീഷ്മയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. പേടിക്കേണ്ട, ഒരു കാര്യവും പറഞ്ഞ് അമ്മ നിന്നെ ശല്യം ചെയ്യില്ല, ഉറപ്പ്. അച്ഛൻ സംസാരിക്കും. നിന്റെ സ്വപ്നങ്ങളിൽ ഇനി ആരും എതിര് വരില്ല. ആശ്വാസത്തോടെ സത്യ ജയദേവനൊപ്പം തിരിച്ചു. കൃഷ്ണ സ്വന്തം വീട്ടിലേക്കും. നാണം കെട്ട കുടുംബത്തിൽ തന്നെ ബന്ധമുണ്ടാക്കിയെടുത്ത മകളെ ആവോളം ദുഷിച്ച് അച്ഛനും ബന്ധുക്കളും ചേരുമ്പോൾ അവൾ നിശബ്ദയായി നിന്നു. പെണ്ണിന്റെ നിശബ്ദത ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പാണ്. പുരുഷൻ സ്ത്രീയോട് കടപ്പെടേണ്ട ഏക കാര്യവും അതുതന്നെയാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അമ്മയെ നോക്കി. ഒന്നും മിണ്ടരുതെന്ന അവരുടെ കണ്ണുകൾ കൊണ്ടുള്ള യാചനയിൽ അവളും ഒതുങ്ങി നിന്നു. ഈ ബന്ധം ഇനി തുടരേണ്ട എന്നൊരു പിടിവാശിയോടെ അച്ഛൻ നിൽക്കുമ്പോൾ എങ്ങനെ ആ വീട്ടിൽ നിന്ന് പുറത്തു ചാടാമെന്ന ആലോചനയിലായിരുന്നു കൃഷ്ണ. ഒടുവിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവൾക്ക് മുമ്പിൽ ഒരു വഴി തുറന്നു. സൂരജിന് സംഭവിച്ച ആക്സിഡന്റ്. തിരക്കുള്ള പൊതു റോഡിൽ നടത്തിയ മത്സരയോട്ടത്തിൽ സൂരജിന്റെ ബൈക്ക് പാളി മറിഞ്ഞു വീണു. കുറേയേറെ ദൂരത്തിൽ റോഡിൽ നിറങ്ങി പരിക്കേറ്റ വിധത്തിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വന്ന നിമിഷം അലറിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മകൾക്ക് മുമ്പിൽ രാധാകൃഷ്ണൻ മുട്ടുമടക്കി. 2 കാലിനും കൈക്കും ഒടിവ് കൂടാതെ സൂരജിന്റെ ആത്മവിശ്വാസമായ മുഖമുരഞ്ഞ് തൊലി പോയിരുന്നു. ഗ്ലാസിന്റെ ചില്ലുകളിൽ ഉരഞ്ഞ് കവളിലും പുരികത്തിലും സ്റ്റിച്ചുണ്ട്. മകൾക്ക് വേണ്ടി സൂരജിനെ നോക്കാൻ രാധാകൃഷ്ണൻ ഒരു മെയിൽ നേഴ്സിനെ ഏർപ്പാടാക്കി. ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ട കാര്യമുണ്ടോ മോളെ? വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അച്ഛന് വയ്യാതെ ഇരിക്കുമ്പോൾ അമ്മ ഇതുപോലെ പോയാലോ? കൃഷ്ണ മറിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ രാധാകൃഷ്ണൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയി. ഡീലക്സ് റൂം കിട്ടിയത് കൊണ്ട് കൃഷ്ണ ബൈസ്റ്റാൻഡറിന്റെ ബെഡിൽ ചാരി ഇരുന്നു കൊണ്ട് കോമഡി വീഡിയോസ് കാണുകയാണ്. അതിനൊപ്പം ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. വേദന കൊണ്ട് ഞരങ്ങിയും മൂളിയും കിടന്ന സൂരജിന് അവളുടെ പ്രവൃത്തി കൂടുതൽ ദേഷ്യമുണ്ടാക്കി. എന്തുപറ്റി സൂരജ്? വേദന എടുക്കുന്നുണ്ടോ? വിരൽ കൊണ്ട് ബോധപൂർവം അവന്റെ പ്ലാസ്റ്റർ ഇട്ട കയ്യിൽ ഒന്ന് അമർത്തി ചോദിക്കുമ്പോൾ വേദന കൊണ്ട് അവന്റെ കണ്ണുകൾ വരെ നിറഞ്ഞിരുന്നു. എനിക്ക് വല്ല ദോഷവുമുണ്ടോ സൂരജ്? എന്നെ കെട്ടിയതിന്റെ പിറ്റേന്ന് മുതൽ നിനക്ക് അംഗഭംഗം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ആക്സിഡന്റ്, അല്ലെങ്കിൽ മനഃപൂർവ്വം.
പകയുള്ളൊരു ചിരി അവളുടെ മുഖത്ത് വിരിയുന്നത് സൂരജ് പകപ്പോടെ കണ്ടു. ചിരിയോടെ വണ്ടിയുടെ നമ്പർ പറയുന്നവളെ അവൻ പകപ്പോടെ തുറച്ചു നോക്കി. എന്താ, രാഹുലിന്റെ വണ്ടിയുടെ നമ്പർ സൂരജ് മറന്നുപോയോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പരിക്കിന് പിന്നിൽ സൂരജിന്റെ കറുത്ത കരങ്ങളുണ്ടോന്ന് എങ്ങനെ ആലോചിക്കാനാണ് അല്ലേ? ശരി, തെളിവ് തന്നാലോ? സൂരജിൽ നിന്നും സത്യയ്ക്കൊരിക്കലും മോചനമില്ല രാഹുലേ. അതിനി കൃഷ്ണ പിണങ്ങിപ്പോയാലും ഇല്ലെങ്കിലും സത്യയെ അങ്ങനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. തുളസി തീർത്ത് ജീവിച്ചിരിക്കുവോളം സത്യ എൻ്റെ കാൽവിരൽ തുമ്പിൽ ഒരു പന്ത് പോലെ ചുരുണ്ടു കിടക്കും. അവളെ തട്ടി ഞാൻ തോൽപ്പിക്കുന്ന ഓരോ നിമിഷവും അവർ ഉരുകിത്തീരും. ഈ സംസാരം മുതൽ നിങ്ങൾക്കിടയിൽ നടന്നതെല്ലാം ഇതേപോലെ എന്നെ തേടി വന്നിട്ടുണ്ട് സൂരജ്. അവനോട് ഞാനൊരു സഹായം ചോദിച്ചു, നിന്നെ കുറച്ചു നാളൊന്ന് കിടത്തി തരാമോന്ന്. എങ്കിലല്ലേ വാര്യത്ത് വീട്ടിൽ എനിക്കൊന്ന് വന്ന് നിൽക്കാൻ പറ്റൂ. ചെറിയ പ്രതിഫലം കൂടി കൊടുത്തപ്പോൾ അവൻ മൂക്കും കുത്തി വീണു. നിന്നെ വീഴ്ത്താൻ അവൻ എണ്ണി വാങ്ങിയ കാശിൽ നിന്ന് തന്നെ ഫ്രൂട്ട്സ് വാങ്ങി ഇവിടെ കൊണ്ടു തന്നു. കൃഷ്ണയുടെ ചുരുങ്ങിയ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവത്തിൽ ആദ്യമായി സൂരജിന് ഭയം തോന്നി. എൻ്റെ മനസ്സ് മടുക്കുന്നത് വരെ, മതിയെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങുന്നത് വരെ നിന്റെ അവസ്ഥ ഇതുതന്നെയായിരിക്കും സൂരജ്. നിനക്ക് കെട്ടിയിട്ടിട്ട് പീഡിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കരുതിയതാ നിന്നെ കിടത്തിയിട്ടിട്ട് പീഡിപ്പിക്കാൻ. അപ്പോഴെങ്ങനെയാ? ഇന്നു മുതൽ നമുക്കൊരു തുറന്ന യുദ്ധം തുടങ്ങിയാലോ? കൃഷ്ണ അവൻ്റെ കവളിലെ സ്റ്റിച്ചിൽ അമർത്തുമ്പോൾ അവൻ ഉച്ചത്തിൽ അലറി. വാതുറന്നതുമൂലം കവളിലെ സ്റ്റിച്ച് പൊട്ടി. പുറത്തു പോയിട്ട് വന്ന മെയിൽ നേഴ്സ് വെപ്രാളത്തോടെ ഓടി വരുമ്പോൾ കൃഷ്ണ കൂസലില്ലാതെ ഒരു ഓറഞ്ച് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. മാം, സാറിന് ഇത്തിരി വേദനയൊക്കെ സഹിക്കട്ടെടോ. താനിത് കഴിച്ചു കഴിഞ്ഞിട്ട് പോയി അറിയിച്ചാൽ മതി. ഇതേപോലെ ഇടയ്ക്കിടെ നമുക്ക് സ്റ്റിച്ച് പൊട്ടിച്ച് കളിക്കാം അല്ലേ സൂരജ്? എങ്കിലല്ലേ ഈ സുന്ദരമായ മുഖത്തെ പാടുകൾ കൂടുതൽ വ്യക്തമാകൂ. കാഴ്ചയിൽ കൊള്ളാമെന്നല്ലാതെ എന്തു ഗുണമാണ് അവനുള്ളത്? ഇപ്പോൾ കണ്ടില്ലേ, കൂടെ കൊണ്ടു നടക്കാൻ പോലും കൊള്ളില്ല. ഈ ബന്ധം ഇനി വേണ്ട കൃഷ്ണ. നിനക്ക് ഞാൻ നല്ലൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ കൃഷ്ണ ഗൂഢമായി ചിരിച്ചു. ഇതൊക്കെ മുമ്പേ അറിയാവുന്നത് കൊണ്ടല്ലേ ഇത്രയും ചതികൾ നേരിട്ടിട്ടും ഞാൻ വാര്യത്ത് തന്നെ നിൽക്കുന്നതെന്ന മട്ടിൽ. വയസ്സുകാലത്ത് വേറെ കല്യാണം കഴിക്കുന്ന അമ്മ, ഇഷ്ടമുള്ള ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കേസും കൂട്ടവുമായി നടക്കുന്ന അനിയത്തി. എന്ത് അന്തസ്സാണ് നീ ആ വീട്ടിൽ കണ്ടത്? അവനെയും കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നെങ്കിൽ ചോദിക്കുന്നവരോട് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാമായിരുന്നു. അതോ നിന്റെ തുള്ളി നടക്കുന്ന അമ്മായിയമ്മയുടെ ഒപ്പം കൂടാനുള്ള പൂതി വല്ലതുമുണ്ടോ നിനക്ക്? അച്ഛനെ ഞാൻ ധിക്കരിക്കുമെന്ന് കരുതുന്നുണ്ടോ അച്ഛാ? സൂരജിനെ എനിക്ക് മറക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ? പ്ലീസ്. കൃഷ്ണ കണ്ണുനീർ പൊഴിച്ചു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അയാളുടെ ബലഹീനതയാണ്. കരയാതെ. എന്തോ എനിക്ക് അവനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ അവൻ്റെ അമ്മ, അവരെ ഒട്ടും അംഗീകരിക്കാൻ വയ്യ. വേറെ എന്തെല്ലാം ജോലി ചെയ്യാം? ഇതിപ്പോ ഈ പ്രായത്തിൽ തുള്ളി നടക്കുമല്ലേ? അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ അച്ഛാ? അതെ, പക്ഷേ എൻ്റെ ഭാര്യ തുള്ളുന്നത് ഇഷ്ടമില്ലാത്തതുപോലെ മകളുടെ കാര്യത്തിലും ഞാൻ അനുവദിക്കില്ല. അങ്ങനെ വലുതുമാണ് നിന്റെ പ്ലാനെങ്കിൽ ഒന്നേ ഉള്ളത് ഞാൻ ഓർക്കത്തില്ല. അടിച്ചു ഉറക്കിക്കളയും. രാധാകൃഷ്ണൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അച്ഛൻ എന്താ ഡാൻസിനോട് ഇത്ര ദേഷ്യം? അയാൾ ദേഷ്യത്തിൽ ഭാര്യയെ നോക്കി. അവർ മുഖം കുനിച്ചു. എൻ്റെ ഇഷ്ടങ്ങളിൽ ജീവിച്ചാൽ മതി, നീ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. അത് നിനക്കൊന്നും നല്ലതിനാവില്ല. അച്ഛൻ ദേഷ്യപ്പെടാതെ. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. സൂരജിനെ വിട്ടിട്ട് എനിക്ക് വരാൻ കഴിയില്ല. എന്തു വന്നാലും സ്നേഹിച്ചു പോയില്ലേ അച്ഛാ? കുറച്ചുനാൾ അവിടെ നിന്നിട്ട് ഞങ്ങളങ്ങ് വരില്ലേ? അല്ലെങ്കിൽ അവിടെയുള്ളവർ പറയില്ലേ, വന്നു കയറിയവൾ അവരുടെ മകനെയും കൊണ്ട് പോയെന്ന്? സ്നേഹിക്കുന്നവർക്ക് എന്ത് പ്രശ്നം വന്നാലും പരസ്പരം താങ്ങായി നിൽക്കണ്ടേ അച്ഛാ? അതല്ലേ സ്നേഹം? കൃഷ്ണ എന്തൊക്കെ പറഞ്ഞിട്ടും സുന്ദരനായ മരുമകന്റെ വികൃതമായ രൂപം ഓർക്കെ അവനെ അംഗീകരിക്കാൻ രാധാകൃഷ്ണന് ബുദ്ധിമുട്ട് തോന്നി. നീ ഒന്ന് ആലോചിച്ചു നോക്കുമോളെ. ഈ സ്റ്റിച്ചൊക്കെ എടുത്തു കഴിയുമ്പോൾ അവൻ്റെ രൂപം ഇപ്പോഴിങ്ങനെയൊക്കെ തോന്നും. മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ട് വരും. അവനത്ര പോരാ. ആദ്യം കാണിച്ച അനുസരണയൊന്നും അവനില്ല. ഇപ്പോഴാണെങ്കിൽ നിനക്ക് അവനിൽ നിന്ന് അകലാനും എളുപ്പമല്ലേ? അയാൾ നയത്തിന് മകളോട് പറഞ്ഞുകൊണ്ടിരുന്നു അവനെ വേണ്ടെന്ന് വെക്കാൻ. വാശി പിടിക്കുന്ന അച്ഛനെ കേൾക്കാതെ അവൾ സൂരജിനെയും കൂട്ടി വാര്യത്തേക്ക് പോയി. ഒപ്പം സഹായത്തിന് മെയിൽ നേഴ്സും. തുളസിയും മേനോനും ഗ്രീഷ്മയും വാര്യത്തുണ്ടായിരുന്നു. അവിടെ നിന്നാരും സൂരജിനെ ഒന്ന് കാണാൻ പോലും ഹോസ്പിറ്റലിലേക്ക് ചെന്നിരുന്നില്ല. ഉള്ളം വേദനിച്ചിട്ടും സൂരജിന്റെ അവസ്ഥയിൽ ഒരിറ്റ് സഹതാപം പോലും തുളസി പ്രകടിപ്പിച്ചില്ല. വാതിലോളം ഒരു വട്ടം എത്തി നോക്കിയതെന്നൊഴിച്ചാൽ അവരവനെ കാണാൻ പോലും ശ്രമിച്ചില്ല. സൂരജിന്റെ വായിൽ നാവുണ്ടോന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയാണ് കൃഷ്ണയ്ക്ക്.
എന്തു പറഞ്ഞാലും കണ്ണടച്ച് കിടക്കുന്നത് കൊണ്ട് അവൾക്കും അവനും മുന്നിൽ പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. മറുപടി കിട്ടിയാലല്ലേ തിരികെ പറയാൻ ഉഷാർ വരും. അതുകൊണ്ട് അവളുടെ പ്രധാന വിനോദം പാട്ട് ഉച്ചത്തിൽ വെക്കുകയോ അതിനൊപ്പം നൃത്തം ചെയ്യുന്നതൊക്കെയോ ആവും. വയ്യാതെ കിടക്കുന്ന ഒരുവന് ശാന്തമായ ഉറക്കം എത്ര അനിവാര്യമാണോ അതില്ലാതെയാക്കുന്നത് അവളുടെ വിനോദമായി. അവന്റെ മുറിവുകൾ അമർത്തി വേദനിപ്പിക്കാൻ മാത്രം അവൾക്ക് പിന്നീട് മനസ്സ് വന്നിട്ടില്ല. രാഹുൽ സൂരജിന്റെ കുറച്ച് കുറ്റങ്ങൾ കൃഷ്ണയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ മറ്റൊന്നും ചെയ്തിട്ടില്ല. അന്നത്തെ മത്സരയോട്ടത്തിൽ അവനും ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം രാഹുലിന്റെ ബൈക്കിന്റെ നമ്പർ കാണാതെ പറഞ്ഞിട്ട് അവളായി തട്ടിവിട്ട നുണയായിരുന്നു അത്. ആരുടെയും ആശ്രയമില്ലാതെ കഴിയുന്ന സൂരജിനെയായിരുന്നു അവൾക്ക് വേണ്ടത്. കൃഷ്ണ വരുത്തിയ തെറ്റിദ്ധാരണ മൂലം സൂരജിന്റെ ദേഷ്യം കണ്ട് രാഹുൽ അവിടേക്ക് വന്നിട്ടുമില്ല. ഇവൻ ഇവിടെ വേണ്ടെന്നിടയ്ക്കിടെ പറയുന്ന തുളസിയെ മേനോൻ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുമ്പോൾ അവർക്ക് അനുസരിക്കേണ്ടി വന്നു. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് മേനോനെ അവർ തന്റെ പാതിയായി കണ്ടു കഴിഞ്ഞിരുന്നു. ഒരു കാലത്ത് അവർ ആഗ്രഹിച്ചതുപോലെയുള്ള വ്യക്തിയായിരുന്നു മേനോൻ. അതുകൊണ്ട് തന്നെ അയാളോട് അടുക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വാര്യത്ത് വീട്ടിൽ സത്യയ്ക്ക് മാത്രമല്ല തുളസിയുടെ എല്ലാ മക്കൾക്കും ഒരേപോലെ അവകാശമുണ്ടെന്ന മേനോന്റെ വാദത്തെ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അവരത് അംഗീകരിച്ചു. അതുതന്നെയാണല്ലോ സത്യവും. അല്ല മേനോനെ, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? ഒരു ഹണിമൂണൊക്കെ പ്ലാൻ ചെയ്താലോ? അരികിൽ വന്നിരുന്ന കുസൃതിയോട് ചോദിക്കുന്ന ഗ്രീഷ്മയുടെ ചെവിയിൽ അയാൾ കപട ദേഷ്യത്തിൽ പിടിച്ചു. എന്തൊക്കെയായിരുന്നു രണ്ടിന്റെ പ്രഹസനം! വീട്ടിൽ ചെന്നപ്പോൾ താൻ കിടന്നോന്ന് പറഞ്ഞുകൊണ്ട് മുറി വിട്ടുകൊടുക്കാൻ മേനോനും, അതല്ല ഞാൻ മോളുടെ കൂടെ കിടന്നോളാമെന്ന് പറഞ്ഞുകൊണ്ട് തുളസി തീർത്തേയും. ഗ്രീഷ്മ വാപൊത്തി കളിയാക്കി ചിരിച്ചു. മേനോന് അല്പം ചമ്മല് തോന്നി. അയാൾ മകളിൽ നിന്ന് മുഖം തിരിച്ചു. അതൊക്കെ നീ അപ്പോഴേ ഒടിച്ചു മടക്കിയില്ലേ? ഊവല്ലോ, തുളസി തീർത്തയെ കെട്ടിയത് ഞാനല്ലല്ലോ എനിക്ക് കൂട്ടുകിടക്കാൻ. കൂട്ടുവേണ്ടത് നിങ്ങൾക്ക് പരസ്പരമല്ലേ? അതുകൊണ്ട് എന്തായാലും ഇവിടെ വന്നപ്പോൾ മാധവേട്ടാന്നുള്ള വിളിക്കൊരു ഈണം വന്നിട്ടുണ്ട്. ഒത്തിരി സഹിച്ച സ്ത്രീയാണ് മോളെ. പിടിവാശികൾ കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയവൾ. സത്യയോട് മാത്രമല്ല, തുളസി അവളോട് പോലും ആത്മാർത്ഥത കാണിച്ചിട്ടില്ല. ഒരുപാട് സ്നേഹിച്ചിട്ട് തിരസ്കരിക്കപ്പെട്ടപ്പോൾ ഏറ്റ മുറിവ് കരിയും മുമ്പാണ് ഒരു വിവാഹ ജീവിതം തുടങ്ങിയത്. മനസ്സിലാക്കുന്ന വ്യക്തി പോയിട്ട് അവൾക്ക് വേണ്ടി ഒരു വാക്കുപോലും പറയാൻ ധൈര്യമുള്ള ആളായിരുന്നില്ല വിക്രമൻ. കിട്ടിയ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുമ്പോൾ തൻ്റെ പാതിയോട് തോന്നുന്ന സ്നേഹവും ബഹുമാനവും നഷ്ടപ്പെട്ടു പോയിരുന്നു. പിന്നെ തന്നെ ചതിച്ചവൻ്റെ സഹോദരിയെ തന്നെ സഹോദരൻ വിവാഹം ചെയ്തപ്പോൾ മുതൽ അടുത്ത വെറുപ്പ്. ഗംഗ എന്നൊരാളെ ഇന്നും അംഗീകരിക്കാൻ തുളസിക്ക് കഴിഞ്ഞിട്ടില്ല. സഹോദരന്റെ മരണം മാത്രമല്ല, അയാൾ ഉറങ്ങുന്ന മണ്ണിന് പോലും ഇന്ന് മറ്റാരൊക്കെയല്ലേ അവകാശികൾ. അതിനെല്ലാം കാരണം ഗംഗയുടെ സ്വഭാവമാണെന്നാണ് തുളസി പറയുന്നത്. വളരെ ബോൾഡായി തീരുമാനമെടുക്കുന്ന ഒരു സ്ത്രീയെ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ പ്രശ്നമാകും. ചിലതൊന്നും നമുക്ക് തിരുത്താൻ കഴിയില്ല, പക്ഷേ സപ്പോർട്ട് ചെയ്യാതെ ഒഴിവാക്കി വിടാം. ഒരിക്കലും ഗംഗയുടേതായ ഒരു രീതിയും തുടരാൻ പാടില്ലെന്ന പിടിവാശി ഇന്നുമുണ്ട്. കുറച്ച് ഊമക്കത്തുകൾ വരെ അയാളെന്നെ കാണിച്ചു. അതിലെല്ലാം ഭീഷണിയാണ്. മറ്റൊന്ന്, ഒരു പോലീസുകാരനാണ് തുളസിയോട് ഒരിക്കലും സത്യയെ നാഥന്റെ വീടുമായി ബന്ധിപ്പിക്കരുതെന്ന് പറഞ്ഞത്. ഭയപ്പെടുത്താൻ ചുറ്റും ആളുകൾ നിന്നപ്പോൾ അവരും എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ എല്ലാം ഫലം മറ്റൊരു തരത്തിലാണ് ഭവിച്ചത്. സത്യ വിളിച്ചിരുന്നോ അച്ഛനെ? അവൾക്കിപ്പോൾ ജേർണലിസത്തോടാണ് താല്പര്യം. ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് അവിടെ നിന്ന് രക്ഷിതിനൊപ്പം ഡൽഹിക്ക് പോകാനാണ്. അവനും അതേ കോഴ്സിന് ചേരുന്നുണ്ട്. പക്ഷേ ബാംഗ്ലൂർക്ക് പോകുന്ന കാര്യം മാത്രമേ അവൾ തുളസിയോട് പറയൂ. എന്നോടും അങ്ങനെ തന്നെയാ പറഞ്ഞത്. രജത്തിന് ചാനൽ തുടങ്ങാനുള്ള പ്ലാനുണ്ട്. അത് മുന്നിൽ കണ്ടാണ് ഈ പഠനം. ജേട്ടനും പറഞ്ഞിരുന്നു അവൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ പഠിക്കട്ടെ എന്ന്. ആ കുട്ടി ഇനിയെങ്കിലും സ്വതന്ത്രമായി പറക്കട്ടെ. തുടർന്നുള്ള പഠനവുമായി തന്റെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ സത്യ തയ്യാറെടുക്കുകയായിരുന്നു. ജേർണലിസം രക്ഷിത മുന്നോട്ട് വെച്ച ആശയമായിരുന്നു. അവൾക്കുള്ളിൽ വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവൾ ജയനോടും രക്ഷിതിനോടും രജത്തിനോടും പങ്കുവച്ചിരുന്നു. ബാംഗ്ലൂരിലേക്കുള്ള സത്യയുടെ യാത്രയിൽ തുളസി വിസമ്മതം പ്രകടിപ്പിച്ചു. ഞാൻ സമ്മതിക്കില്ല സത്യ. എൻ്റെ വിവാഹമായിരുന്നു നിന്റെ പ്രശ്നം. വിവാഹം ചെയ്താൽ ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞതല്ലേ? അതെ, പക്ഷേ ഇവിടെ ഇപ്പോൾ കിടപ്പ് രോഗികളും ഇല്ലേ അമ്മേ? ഞാൻ അവരോട് പോകാൻ പറയാം. എങ്ങോട്ട് പോകാൻ? ഇത് അവരുടെയും കൂടി വീടല്ലേ അമ്മേ? ഞാൻ രക്ഷിയേട്ടൻ്റെ കൂടെ പോകുന്നതാണോ അമ്മയുടെ സങ്കടം? അവൾ രക്ഷിതിനെ ചൂണ്ടി ചോദിച്ചപ്പോൾ തുളസി വിമ്മിഷ്ടപ്പെട്ടു. മുന്നോട്ട് അവൾ രജത്തിന്റെ ഒപ്പമാണ് നിൽക്കുന്നതെന്ന് കേട്ടതുൾപ്പെടെ ഒന്നും അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ലക്ഷ്യത്തിൽ ഒരു നർത്തകി എന്ന സ്ഥാനമില്ലമ്മേ. അത്
അമ്മയായി എന്നിൽ ഏൽപ്പിച്ചതാണ്. ഇടനേരങ്ങളിൽ ശരീരത്തിനും മനസ്സിനും ഊർജം പകരാൻ നൃത്തം ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസവും ജോലിയും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കൃഷ്ണയ്ക്ക് ഞാൻ 2 വിദ്യാർത്ഥികളെ തരട്ടെ? സത്യ ചിരിയോടെ ചോദിച്ചുകൊണ്ട് വിവേകിന്റെ അരികിൽ നിന്ന മക്കളെ കൃഷ്ണയ്ക്ക് മുന്നിൽ നിർത്തി. എനിക്ക് തോന്നുന്നു തീർത്ഥം സ്കൂൾ തൻ്റെ കൈകളിൽ ഭദ്രമാകുമെന്ന്. തൻ്റെ ഉള്ളിലൊരു തീപ്പൊരിയുണ്ട്. ചെറുപ്പം മുതൽ തനിക്ക് നിഷേധിച്ച ഒന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പിടിവാശിക്കാരിയായ കുട്ടിയുണ്ട്. തനിക്ക് ജയിക്കാൻ ഉറപ്പായും കഴിയും. കൃഷ്ണ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സത്യ ഇങ്ങനെ സംസാരിക്കുമെന്ന പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നില്ല. തനിക്ക് വിരോധമുണ്ടാവില്ലെങ്കിൽ ഞാൻ സൂര്യചേട്ടനെ ഒന്ന് കണ്ടോട്ടെ? സത്യയുടെ ചോദ്യത്തിൽ ജയന്റെ ഒഴിച്ച് എല്ലാവരുടെയും മുഖം ചൊളിഞ്ഞു. പോകും മുമ്പ് യാത്ര പറഞ്ഞില്ലെങ്കിൽ അതൊരു കരടായി കിടക്കും. തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. സത്യ ന്യായം കൂടി നടത്തിയപ്പോൾ വരുമെന്ന മട്ടിൽ കൃഷ്ണ മുന്നോട്ട് നടന്നു. പിന്നാലെ സത്യയും. ആദ്യമായി വീട്ടിൽ വന്ന ഒരാൾക്ക് വഴി കാട്ടി കൊടുക്കുന്നത് പോലെയാണ് ആ സന്ദർഭം ജയന് തോന്നിയത്. മുറിയിലേക്ക് കയറുമ്പോൾ കണ്ടു മുഖം ഒരു തൊപ്പി കൊണ്ട് മറച്ചു കിടക്കുന്ന സൂരജിനെ. കാലിലെയും കയ്യിലെയും പ്ലാസ്റ്റർ എടുത്തിരുന്നെങ്കിലും ഒരു സപ്പോർട്ട് പോലെ ബാൻഡ് ചുറ്റിയിട്ടുണ്ട്. കൃഷ്ണ അടുത്തേക്ക് ചെന്ന് തൊപ്പി മുഖത്തു നിന്ന് മാറ്റുന്നതിനൊപ്പം അവന്റെ ചെവിയിലെ പഞ്ഞികളും മാറ്റി. സത്യ അതിശയത്തിൽ കൃഷ്ണയെ നോക്കി. ഇതാണ് ശീലം. അതാവുമ്പോൾ ഒന്നും കേൾക്കാതെ കിടക്കാമല്ലോ. കള്ളയുറക്കം നടിച്ച് കിടക്കുക. സത്യ സംസാരിച്ചിട്ട് വന്നേക്ക്. കൃഷ്ണ വെളിയിലേക്ക് ഇറങ്ങിയ നിമിഷം തന്നെ സൂരജ് കണ്ണു തുറന്ന് അവളെ നോക്കി. അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്തെ പാടുകളിൽ ഓടി നടന്നു. ഇതെന്ത് കോലമാണ് സൂരജേട്ടാ? കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സത്യ വിങ്ങിക്കരയുന്നത് കേട്ട് സൂരജ് പകപ്പോടെ നോക്കുമ്പോൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി കൃഷ്ണ അത് കേട്ട് ഞെട്ടിത്തിരിഞ്ഞു. ഏതൊക്കെയോ വാശിയുടെ പുറത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കണമായിരുന്നോ സൂരജേട്ടാ? അതുകൊണ്ടെന്താ? നഷ്ടം നമുക്കല്ലേ? എന്നെ ആദ്യമായി സ്വന്തമാക്കിയ വ്യക്തിയല്ലേ? നിങ്ങളെ മറന്നിട്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? എനിക്കൊന്നും മറക്കാൻ കഴിയുന്നില്ല. എന്നാലും കഴിഞ്ഞതൊക്കെ മറന്നിട്ട് സൂര്യചേട്ടൻ നല്ലൊരു ജീവിതം നയിക്കണം. അടുത്ത ജന്മത്തിലെങ്കിലും എൻ്റെ സ്വന്തമായി വരണം. ഏങ്ങലടിക്കുന്നത് പോലെ സത്യ മുഖം പൊത്തി തോള് കുലുക്കുമ്പോൾ സൂരജിന്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. എനിക്കറിയാം സത്യ, ഞാനില്ലാതെ നിനക്ക് പറ്റില്ലെന്ന്. അവൻ തിളങ്ങുന്ന കണ്ണുകളോടെ അവളെ നോക്കി. ഇതിപ്പോ കവിളിൽ രോമം വളർത്തിയാലും പാടൊക്കെ എടുത്തറിയൂലോ. സത്യ കഷ്ടം വെച്ചുകൊണ്ട് അവന്റെ മുൻപിൽ നിന്നു. പെട്ടെന്നുണ്ടായ ഭാവമാറ്റത്തിൽ അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ ചുണ്ടിലെ പുഞ്ചിരി അവന് വ്യക്തമായി. എന്താ സൂര്യചേട്ടാ, ഞാൻ ഈ മുറിയിലേക്ക് വരുമ്പോൾ എൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചത് ഇതൊക്കെയല്ലേ? ആണെന്ന് കരുതി ഇങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ സുന്ദരമായ ഈ മുഖം കണ്ട് നല്ല വിഷമം തോന്നുന്നുണ്ട് സൂര്യചേട്ടാ. എന്നും ഈ സൗന്ദര്യം വർണ്ണിച്ച് നിങ്ങൾ എൻ്റെ യോഗ്യതകളെ അളക്കുമായിരുന്നു. ഇത്രയും സുന്ദരനായ ഒരാൾ സ്നേഹിക്കാനുള്ളതിൻ്റെ വിധേയത്വം കാണിക്കാൻ നിർബന്ധിക്കുമായിരുന്നു. ഞാനും ഒത്തിരി അഹങ്കരിച്ചിരുന്നു. ഈ വ്യക്തി എൻ്റെ സ്വന്തമാണല്ലോ എന്ന് കരുതി. എനിക്ക് യോഗ്യതകളില്ലെന്ന് ഊട്ടി ഉറപ്പിച്ച് അടിമയാക്കി മാറ്റുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അന്ധയായിരുന്നു. അന്ന് നിങ്ങൾ എൻ്റെ പൊള്ളിയ പാടുകൾ കണ്ട് പ്രകടിപ്പിച്ച അറപ്പോർമ്മയില്ലേ? ഇന്നിപ്പോൾ ഭഗവാൻ അതിന് മറുപടി തന്നിരിക്കുന്നുവെന്നാണ് എൻ്റെ വിശ്വാസം. ഇടയ്ക്കിടെ കണ്ണാടിയിലൊന്ന് നോക്കണം. സ്വയം അറപ്പ് തോന്നുന്ന ഈ മുഖം കാണണം. സൗന്ദര്യം ശാശ്വതമല്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. കൃഷ്ണ നല്ല കുട്ടിയാണ്. അവളോട് ചെയ്ത ചതിപ്പുറത്ത് കൂടെയുണ്ടാകാൻ ഞാൻ ആശംസിക്കാം. എങ്കിൽ പിന്നെ വരട്ടെ. ഇവിടെ വന്ന് എല്ലാവരെയും കണ്ട് യാത്ര പറയുമ്പോൾ പഴയ വ്യക്തിയുടെ പുതിയ രൂപവും ഒന്ന് കാണണമെന്ന് തോന്നി. ദൈവം കൂടെയുണ്ടെന്ന് ഓർമ്മിക്കാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഈ നിമിഷം ഓർക്കും. സൂരജ് ഒന്നും മിണ്ടാതെ പല്ല് കടിച്ചു കിടന്നു. അവനുള്ളിലിരുമ്പുന്ന കടൽ അവൾ അറിഞ്ഞു. ഇപ്പോഴും പകയാണ് അല്ലേ? തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുമെന്ന് എനിക്കറിയാം. തോൽക്കാതിരിക്കാൻ ഞാനും ശ്രമിക്കും. പിന്നെ കയ്യിലുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് ധൈര്യമെങ്കിൽ എന്നെ അത് ഒരിക്കലും ബാധിക്കില്ല. ഞാൻ തനിച്ചല്ലല്ലോ, നമ്മൾ രണ്ടാളും ചേർന്നല്ലായിരുന്നു. ഒരു റിലേഷനിൽ സ്വാഭാവികമായി നടക്കുന്ന ഒന്ന് എന്നതിൽ കവിഞ്ഞ് അതിന് യാതൊരു വിലയുമില്ല. കന്യാജന്മം പൊട്ടുന്നതാണ് പെണ്ണിന്റെ പരിശുദ്ധി എന്ന ചിന്ത എന്നിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. അതുകൊണ്ട് ഇയാളെന്നെ കളങ്കപ്പെടുത്തി ഞാൻ വളരെ മോശം പെൺകുട്ടിയാണ് എന്നുള്ള ചിന്തകളൊന്നും ഇപ്പോഴില്ല. ഉണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായി ജയേട്ടൻ തുടച്ചെറിഞ്ഞു. ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. ഇവിടം കൊണ്ട് സൂര്യചേട്ടന് എന്നോടുള്ള പക തീരില്ലെന്നറിയാം. നിങ്ങളുടെ ഇടപെടലുകൾ ഞാൻ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അന്ന്
നിങ്ങൾ എനിക്ക് ശക്തനായ ഒരു എതിരാളി പോലും ആയിരിക്കില്ല. അതെനിക്ക് ഇപ്പോഴേ ഉറപ്പിച്ച് പറയാൻ കഴിയും. സത്യ സൂരജിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഹാളിലുണ്ടായിരുന്ന എല്ലാവരും ആ മുറിയുടെ മുന്നിലുണ്ടായിരുന്നു. ജയദേവന് ആ നിമിഷം ഒരുപാട് അഭിമാനം തോന്നി. വീണ്ടും സത്യയെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊരു കുറ്റബോധം കൃഷ്ണയിലുണ്ടായി. തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും സത്യ എല്ലാവരോടും പറഞ്ഞു കൊടുത്തു. പൂജാമുറിയിൽ കയറി അവൾ തൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം തേടി. നടരാജ വിഗ്രഹത്തെ തൊഴുത് ചിലങ്ക അണിഞ്ഞുകൊണ്ട് അവസാനമായി നൃത്തം ചെയ്തു. അവൾക്കൊപ്പം വിവേകിന്റെ മക്കളും ഉണ്ടായിരുന്നു. ചിലങ്ക ഭക്തിയോടെ അഴിച്ച് തുളസിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആ നിമിഷം പോകാമെന്ന മട്ടിൽ രക്ഷിതും ജയനും എഴുന്നേറ്റു. സത്യ തുളസിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. ഇട്ടിട്ട് പോകുവല്ല, എൻ്റെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോകുവാണ്. അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ആരായാലും ഞാൻ തല കുനിച്ചിരിക്കും. എനിക്കുള്ളിൽ ഒരാളോടും ഇഷ്ടമുണ്ടാവില്ല. അതേപോലെ എൻ്റെ അമ്മ വീടുമായി ഒരു വിവാഹബന്ധവും ഉണ്ടാവില്ല. രക്ഷിയേട്ടനെ ഞാൻ ഒരിക്കലും അങ്ങനെ കാണുകയുമില്ല. ഇത് സത്യ അമ്മയ്ക്ക് തരുന്ന വാക്കാണ്. തുളസി തീർത്ത എല്ലാവരോടും മത്സരിച്ച് ചേർത്ത് നിർത്താൻ ശ്രമിച്ചതിന് സത്യാർത്ഥി തുഷാർ തീർത്ത തരുന്ന ദക്ഷിണ. മണ്ഡപത്തിൽ നിൽക്കുമ്പോഴേ ചെറുക്കനെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാലും ഞാൻ നിന്നു തന്നിരിക്കും. രക്ഷിത് അവളുടെ വാക്കുകളെ പുഞ്ചിരിയോടെ കേട്ടു നിൽക്കുന്നത് തുളസി അതിശയത്തോടെ നോക്കി. കാലം ഈ സമസ്യയ്ക്ക് പരിഹാരം കണ്ടെത്തും. ഞാൻ ഇനിയും ശ്രമിക്കും മൗനമായി. എന്ത് കാരണം കൊണ്ടാണ് എന്നിൽ നിന്ന് നിങ്ങൾ സത്യയെ അകറ്റി മാറ്റുന്നതെന്ന് അറിയില്ല. പക്ഷേ ഒന്ന് പറയട്ടെ, അവളുടെ അച്ഛൻ്റെ വാക്കാണ് അവൾ എൻ്റെ പെണ്ണാണെന്ന്. അതിനേക്കാൾ അവളുടെ ഹൃദയം കൂടി എന്നെ തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തുളസിക്ക് കേൾക്കാൻ പാകത്തിന് രക്ഷിത് പറയുമ്പോൾ അവരുടെ മുഖം വിളറി. പക്ഷേ എടുത്തു ചാടി അമ്മ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കരുത്. എനിക്ക് സമയം വേണം. എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് കൂടി തുടരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്ന നിമിഷം വരെ. തുളസിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സത്യ ആവശ്യപ്പെടുമ്പോൾ തലയാട്ടി സമ്മതിക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. മായമ്മ അവളെ നെഞ്ചോട് ചേർത്തു. മറന്നു പോവരുത്. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങളെയൊക്കെ മറന്നാൽ പിന്നെ സത്യമുണ്ടോ? എല്ലാ ദിവസവും ഓർക്കുമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ മറന്നു പോകാത്ത വിധത്തിൽ ഓർമ്മയിലുണ്ടാവും. അപ്പോഴൊക്കെ ഒരു ഫോൺ കോളിനപ്പുറം ഞാനുണ്ടാകും. അവൾ ചിരിയോടെ തിരികെ പറഞ്ഞു. വിനോദും സ്നേഹത്തോടെ അവളുടെ നെറുകയിൽ തലോടി. മിടുക്കിയായിട്ട് വാ. വിവേകിനോട് ഒരു നോട്ടം കൊണ്ടും തല കുലുക്കിക്കൊണ്ടും അവൾ യാത്ര പറഞ്ഞു. അതിൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഒന്നും പറയാൻ അവൾക്ക് തോന്നിയിരുന്നില്ല. 100,000 ഉപദേശങ്ങൾ അവൻ്റെ തൊണ്ടക്കുഴിയിൽ വിങ്ങി ആത്മത്യാഗം ചെയ്തു. പോട്ടെ വിവേകേട്ട എന്നൊരു വാക്ക് തനിക്ക് പകരാത്ത ഒരുവളോട് അവൻ എന്തു പറയാനാണ്? മാഷൂട്ടിയും വേദൂട്ടിയും ചേർത്ത് പിടിച്ചപ്പോഴാണ് അവൾക്ക് കരച്ചിൽ വന്നത്. ചത്തിയെ മറക്കുവോ? അവൾ കൊഞ്ചി അവരോട് ചോദിച്ചു. ചത്തി പോണ്ട. ചത്തി പോയിട്ട് ഒത്തിരി മിഠായി വാങ്ങിയിട്ട് വരാലോ. വരുമോ? വേദൂട്ടി സംശയത്തോടെ ചോദിക്കുമ്പോൾ മാഷൂട്ടി അവളുടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ചത്തി കയയണ്ട. അവളുടെ മിഴിനീരിൽ കുതിർന്ന കവിളിൽ ഉമ്മ വെച്ചു. കണ്ടു നിൽക്കുന്നവരുടെ പോലും കണ്ണുകൾ നിറഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു അവരുടെ സ്നേഹപ്രകടനം. പിള്ളേര് വന്നിട്ട് പോകുമ്പോൾ പോലും ഇതുങ്ങൾക്ക് ഇത്രയും സ്നേഹമില്ല. മായമ്മ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു. വിനോദ് അവരെ ചേർത്ത് നിർത്തുമ്പോൾ സത്യ പിന്നിലേക്ക് നോക്കി. തുളസിയെ ചേർത്ത് മേനോനെ കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. വിവേക മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നു. ഒടുവിൽ ഇനി തിരിഞ്ഞു നോക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് സത്യ വാര്യത്ത് വീടിൻ്റെ പടികളിറങ്ങി. തൻ്റെ മുറിയിലെ ജനലിലൂടെ സത്യയെ നോക്കി കവളിലെ വികൃതമായ മുറിപ്പാടുകളിൽ തഴുകി ഒരുവൻ അടങ്ങാത്ത പകയുമായി അപ്പോഴും നിന്നിരുന്നു. മാറ്റമില്ലാത്ത മനസ്സുമായി അവൻ അവിടെ തുടരട്ടെ. ഇതുവരെ ഈ കഥയ്ക്കൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കളത്രം എന്ന കഥയുടെ സീസൺ 2 ഉടനെ കണ്ടുമുട്ടാം.